കത്തുന്ന ചൂടാണ്. കനത്ത വേനലും കടുത്ത കുടിവെള്ളക്ഷാമവുമാകും ഇത്തവണയെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോഴാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് ഒരു ആശ്വാസമായി ഈ കാഴ്ച മാറുന്നത്. അതും ഇങ്ങ് ഈ കുന്നിൻ മുകളിൽ നിന്ന്. ഈ അത്ഭുതത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് പ്രതിഭാട്ടിനോട് തന്നെ ചോദിച്ചറിയാം. പ്രതിഭാട്ട, ഇതിപ്പം എത്ര വർഷമായി ഇങ്ങനെ? ഇതിപ്പോൾ 10 വർഷമാവാനായി. ഏകദേശം പിന്നെ 10 വർഷം അടുത്തനായി. ഏപ്രിൽ 29 ആകുമ്പോൾ 10 വർഷം പൂർത്തിയാവും. എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കുടിവെള്ളം ഉണ്ടായിരുന്നത്? കിണറുണ്ടെങ്കിൽ കിണറ്റിൽ ഒരു വേനൽക്കാലത്ത് ആകുമ്പോഴത്തെ കുടിവെള്ളക്ഷാമം ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ കുഴൽക്കിണർ തീരുമാനിച്ചത്. ആകെ ഒരു പോസ്റ്റുള്ളത് തോട്ടിൽ നിന്ന് വരുന്ന അവസ്ഥ. അതൊക്കെ ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കുഴൽക്കിണർ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യാദൃശ്യം ഇങ്ങനെ സംഭവിച്ചു. അതെൻ്റെ സത്യം. ഇപ്പോൾ 10 വർഷമാവാനായി. ഈ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും വെള്ളം ഈ കാണുന്ന അവസ്ഥയിൽ മാറ്റം? ഇല്ല, മാറ്റം വന്നില്ല. എത്രയും മഴക്കാലം വന്നാലും ഈ ലെവലിൽ മാത്രം വെള്ളം വന്നിട്ടു. പിന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ ഒരേ ഫോഴ്സിൽ വന്നിട്ടുള്ളൂ. അതേ ഫോഴ്സിൽ വന്നു. ഒരു 100 കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്കൂടെ ഒരു അഭയമാണ് ഈ വെള്ളം. എന്നുവെച്ചാൽ ഒരുപാട് പേര് കുടിവെള്ളക്ഷാമം നേരിടുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ആശ്രയം. നാട്ടുകാർ മൊത്തം കുടിവെള്ളമായിട്ട് ഇതിങ്ങനെ വഴി പ്രവഹിക്കാണ്. അത് വെള്ളം പിന്നെ ഇങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം പൊങ്ങി താന്ന് പോയിട്ട് പിന്നെ മോട്ടറിട്ടാണ് എടുക്കുക സാധാരണ എല്ലാ കുഴൽക്കിണറിലും. ഇപ്പം ഇത് നിൽക്കുന്നില്ല, ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുക പുറത്തേക്ക്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഒരുപാട് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരുപാട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിങ് വെച്ചു, ഹോസിൽ കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഫസ്റ്റ് റിങ് വെച്ച് പിന്നെ സെക്കൻഡ് റിങ് വെച്ച് പിന്നെ കസ്റ്റമർ എണ്ണം കൂടിയപ്പം പിന്നെ ടാങ്ക് ഉണ്ടാക്കി ടാപ്പും കൂടെ നിയന്ത്രിച്ച് കൊടുത്തുകൊണ്ട് ടാപ്പും കൂടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു. 100 കുടുംബങ്ങൾ ഉണ്ടാവും തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന വെള്ളം വേറെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെ നമുക്കത് നമ്മുടെ മാത്രം ഭാഗ്യം, നാട്ടുകാരോട് ഭാഗ്യം എന്ന് പറയാം. അത് തന്നെ സത്യം. അതെ, സൗജന്യമായിട്ട് വിതരണം ചെയ്യാല്. പ്രതിമകൾ ഉണ്ടായെന്ന് വെച്ചാൽ അതായത് പ്രകൃതിദത്തമായി ഉയർന്നു വരുന്ന വെള്ളമല്ലേ. മോട്ടറൊന്നും സാങ്കേതിക ഉപയോഗിക്കാത്ത പ്രകൃതിദത്തമായിട്ട് ഉയർന്നു വരുന്ന വെള്ളം. അപ്പം അത് തീർച്ചയായും സങ്കല്പിച്ചിട്ട് ഈ ശകുന്തള എന്ന കഥാപാത്രമാണ്. കാരണം വനത്തിനോട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കഥാപാത്രം ശകുന്തള തീർത്ഥം കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പത്തിലാണ് ഈ പ്രതിമ തന്നെ ചെയ്തത്. ഞാൻ എൻ്റെ സുഹൃത്ത് അരുൺകുമാറും കൂടി ചേർന്ന് ചെയ്തത്. പിന്നെ സ്വന്തമായിട്ടൊരു ശില്പങ്ങൾ ചെയ്തു വരുന്നത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാർ സന്ദർശകരുടെ നിത്യ സന്ദർശകരുണ്ട് കാണാൻ വേണ്ടി. അതെ, അത് അടുത്ത കാലത്താണ് വെച്ചത്. കാരണം വെച്ചാൽ ഒരുപാട് ദൈവാധീനം വിശ്വസത്തിൽ ഇവിടെയൊക്കെ ചില്ലറ നോട്ടുകളൊക്കെ ഇവിടെയൊക്കെ വെക്കായിരുന്നു. എന്നാൽ പിന്നെ അതെല്ലാം കൂടെ ഒരു ഭണ്ഡാരത്തിൽ ഇട്ടോട്ടെ അത് ഞങ്ങൾക്ക് ഈ പിന്നെ ചില്ലറ സഹായമായിട്ട് ആർക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങനെ ഉപേക്ഷിക്കുന്നത്. അതിങ്ങനെ ചില്ലറ സഹായമായിട്ട് മാത്രമേ കൊടുക്കൂ, ഞങ്ങൾ എടുക്കില്ല. ദൈവത്തെ വിചാരിച്ചിരുന്നതല്ലേ. അങ്ങനെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ പണ്ടാൽ വെച്ചതാണ്. ഇടുന്ന പൈസ തങ്ങൾ ദൈവത്തെ ശ്രമിച്ച് അവിടെ വഴിയിട്ടെന്ന് കരുതി. അതെ തന്നെ, ആർക്കും ചില്ലറ സഹായിക്കായിട്ട് ഒരു ഫണ്ടായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയല്ലോ. നല്ല ഉപകാരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. പത്ത് വർഷത്തോളമായി ഇതിങ്ങനെ ഉയർന്നു പോകുകയാണ്. പുരളിമലയുടെ താഴ്വാരത്തേക്ക് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഏകിക്കൊണ്ട്. ഒരുപക്ഷെ ഈ നാട്ടുകാരുടെ കുടിവെള്ളക്ഷാമം നേരിൽ കണ്ട പ്രകൃതി തന്നെ സമ്മാനിച്ചതാകാം ഈ അത്ഭുതം. ഇതിനിയും ഒരുപാട് മഴക്കാലവും വേനൽക്കാലവും കടന്നുപോയാലും ഇതിങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കാം. മാലൂരിൽ നിന്ന് ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്നേഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.